ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സുപ്രധാന ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം 16/12/2025 ശ്രദ്ധിക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളൊരു ഉത്തരവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം. അതായത് കഴിഞ്ഞ കുറച്ച് മുമ്പാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളത്. അതായത് കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു വിധി നടന്നിരുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് പ്രകാരം എല്ലാവരും കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് ഇല്ലാത്തവരും കേട്ടറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പഷ്ടീകരണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കേട്ടറ്റ് എഴുതണം, അതായത് കാറ്റഗറി 1, 2 ഇവയൊക്കെ എഴുതണം എന്ന് പറഞ്ഞ ആളുകൾ ഏതാണ്? LP UP വിഭാഗത്തിലുള്ള അധ്യാപകർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ UP തരം വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നിലവിൽ കേട്ടറ്റ് ഇല്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും അത് നേടിയെടുക്കണം. നിങ്ങൾക്കറിയാം, കേട്ടറ്റ് എക്സാം തീർച്ചയായും ഫെബ്രുവരിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം അതിൻ്റെ നോട്ടിഫിക്കേഷനും വരാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ അതിൻ്റെ മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഉടനെ തന്നെ അത് വരും. അതിനു മുമ്പ് തന്നെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗിൻ്റെ കാറ്റഗറി 1, 2 എന്നീ വിഭാഗങ്ങൾക്ക് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, LP UP വിഭാഗങ്ങൾക്കാണ് ആ കേട്ടറ്റ് എഴുതണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൈസ്കൂൾ അധ്യാപകരുടെ, ശ്രദ്ധിക്കണേ, ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുള്ള വ്യവസ്ഥകൾ തുടരുന്നതിനും പ്രൈമറി നിയമനത്തിന് കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പ്രൈമറി യോഗ്യത LP UP ക്ലാസ്സുകളിലേക്ക് അവർ ആ കേട്ടറ്റ് തന്നെ എഴുതണം. എന്നാൽ ഹൈസ്കൂളുകാർക്ക് കാറ്റഗറി 3 തന്നെ മതി. പക്ഷേ അതുമായി അതിൻ്റെ ശേഷം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം നോക്കൂ, നിലവിൽ തുടർന്ന് വരുന്നത് പോലെ LP ST നിയമനങ്ങൾക്ക് കാറ്റഗറി കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുന്നതാണ് നിലവിലുള്ളതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം നോക്കൂ, UPST, കാരണം 2026 UPSC എക്സാം വരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ ഇത് കൃത്യമായിട്ട് നോക്കുക. UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം, കണ്ടോ നിങ്ങൾ, മാത്രം എന്നുള്ള വേർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു ഉത്തരവാണ്. ഇതിൻ്റെ നമുക്കറിയാം ലാസ്റ്റ് ആരാ ഇത് പുറപ്പെടുവിച്ചെന്നൊക്കെ നോക്കാം, വിദ്യാഭ്യാസ വകുപ്പാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അവരെ മാത്രം പരിഗണിക്കുന്നതാണ്. ഇതാണ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. UPST എഴുതണമെങ്കിൽ കാറ്റഗറി 2 തന്നെ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ HST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുന്ന, അതായത് അവർ കേട്ടറ്റ് 3 തന്നെ നേടിയിരിക്കണം. പിന്നെ ലാംഗ്വേജ് ടീച്ചർ LP UPയിലൊക്കെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനൊക്കെ കേട്ടറ്റ് 4 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം കേട്ടറ്റ് 2 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് 150 ചോദ്യങ്ങളിൽ 60 ചോദ്യങ്ങൾ സയൻസും മാത്സും ആയിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ വിഭാഗത്തിലാണെങ്കിൽ 150 ചോദ്യങ്ങളിൽ 60 ചോദ്യങ്ങൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടതായിരിക്കും. ബാക്കി വരുന്ന 30 ചോദ്യങ്ങൾ സൈക്കോളജിയും, 30 ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, 30 ചോദ്യങ്ങൾ മലയാളം. ഈ ലാംഗ്വേജുകളാണ് അധികം വരാറുള്ളത്. ചിലപ്പോൾ മീഡിയം ഓഫ് ലാംഗ്വേജ് മാറാറുണ്ട്, കന്നഡ പോലെയുള്ള ലാംഗ്വേജുകൾ ആകാറുണ്ട്. പൊതുവേ നമ്മൾ 2 ലാംഗ്വേജും പിന്നെ പെഡഗോജിയും കൂടെ 60 ചോദ്യങ്ങളാണ് കാറ്റഗറി 2 എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഉത്തരവ് കൃത്യമായിട്ട് നോക്കുക. ഇതിൽ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ എജ്യൂബിൾസ് ലേണിംഗിൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ചസ് കാറ്റഗറി 1കാർക്ക്, അതായത് കാറ്റഗറി 1 LPSA എഴുതുന്നവർക്ക്, അതുപോലെ തന്നെ UP എക്സാമുകൾക്ക് ആവശ്യമായ കാറ്റഗറി 2, ഇത് രണ്ടിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഡിസംബർ 20 മുമ്പ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഓഫറിൽ തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകൾക്ക് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 100% സിലബസ് കവർ ചെയ്യും. അതിലൂടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. മാത്രമല്ല PDF നോട്ട്സും മോക്ക് ടെസ്റ്റുകൾ, ഞങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ
തന്നെ സ്പെഷ്യൽ എക്സാമുകൾ, അതായത് മോക്ക് ടെസ്റ്റുകൾ, നമുക്കറിയാം പുതിയതും പഴയതുമായ SCERT ബേസിൽ, അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ മോക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ക്വിസസുകൾ, അതുപോലെ PYQ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാം. മാത്രമല്ല 24 hours 24 മണിക്കൂറും ഞങ്ങളുടെ വാട്സപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. എന്ത് ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റേഴ്സ് നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഏതായാലും താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ എഡ്യൂബിറ്റ്സ് ലേണിംഗുമായി കണക്ട് ചെയ്യുക. താങ്ക്